അങ്ങനെ ഞാൻ അവിടെ അതിലെ പോയിട്ട് തിരിച്ചു വരുമ്പോഴൊക്കെ ഞങ്ങൾ ആ ഗ്രോട്ടോടെ മുമ്പിൽ നിർത്തി എല്ലാവരും ഇവിടെ ഇറങ്ങി പ്രാർത്ഥിക്കും. അപ്പോൾ ഞാനും ഈ ഒരു ബസ്സിലുള്ള ഒരു ബസ്സിലുള്ള ആളെയാണ് ധ്യാനിപ്പിക്കാനായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പം ആ കൂട്ടത്തിൽ ഞാനും ആദ്യമായിട്ട് അവിടെ ഇറങ്ങി പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ അന്തോണീസ്നാളച്ചൻ എന്നോട് പറയുന്നതായിട്ട് ഞാൻ കേട്ടു. ഞങ്ങളുടെ കല്ലൂരിൽ ഇടവകയിൽ ഞാൻ വരുമ്പോൾ ആദ്യത്തെ ഒരു അച്ഛൻ ഇരുന്നു. അച്ഛൻ 2-3 വർഷം കഴിഞ്ഞ് അച്ഛൻ പോയി. അത് കഴിഞ്ഞിട്ട് അടുത്ത അച്ഛൻ വന്നു. എന്നോട് വിശുദ്ധ അന്തോണീസ്നാളച്ചൻ പറയുകയാണ്, നിന്റെ ഇടവകയിൽ നൊവേന തുടങ്ങാനായിട്ട് വികാരിയച്ഛനോട് പോയി പറയാം. അന്ന് ഞങ്ങളുടെ ഇടവകയിൽ ഇരിക്കുന്ന ഫാദർ ജോർജ് കൊടകനാടി അച്ഛനാണ് അന്ന് ഞങ്ങളുടെ വികാരിയച്ഛനായിട്ട് ഇരിക്കുന്നത്. ഒരു പ്രായമുള്ള അച്ഛൻ ഇവിടെ നിന്നാണ് റിട്ടയർഡ് ആയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ആ മെസ്സേജ് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഞാൻ ഒഫീഷ്യലായിട്ട് ഞാൻ ഒരു ലെറ്റർ എഴുതി അച്ഛന് കൊടുത്തു. അതിനുശേഷം 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനാണ് മുൻകൈ എടുത്ത് നൊവേന പുസ്തകം അടിച്ച് കല്ലുവിൽ ഇടവകയിൽ വെള്ളിയാഴ്ചകളിൽ നൊവേന ആരംഭിച്ചത്. അതിന് മുമ്പ് നൊവേന ഉണ്ടായിരുന്നു ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന അച്ഛൻ്റെ സമയത്ത് ഇവിടെ നൊവേന ഇല്ലായിരുന്നു. അതിന് മുമ്പത്തെ കാലഘട്ടത്തെക്കുറിച്ച് എനിക്ക് വ്യക്തമായ അറിവൊന്നുമില്ല. എന്നിരുന്നാലും അതിനുശേഷം പിന്നെ 2 അച്ഛന്മാർ ഇപ്പം വന്നു. അതിനുശേഷം ഒരച്ഛൻ വന്നു. അതിനുശേഷം പിന്നെ ഒരച്ഛൻ വന്നു. ഇപ്പോൾ ചൊവ്വാഴ്ചകളിലേക്ക് വെള്ളിയാഴ്ചത്തെ നൊവേന ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. എന്നാലും മുടക്കമില്ലാതെ ഞങ്ങളുടെ ഈ സെന്റ് ആന്റണീസ് ഇടവകയിൽ, ഈ കല്ലുവിൽ ഇടവകയിൽ ഇപ്പം മുടങ്ങാതെ അന്തോണീസ്നാളച്ചൻ്റെ നൊവേന നടക്കുന്നുണ്ട്. എനിക്കറിയാമായിരുന്നു കല്ലുവിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ കല്ലുവിലാണ് ആവശ്യമുണ്ടെന്നും പറഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ദൈവത്തിന് എന്നെക്കുറിച്ച് വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടെന്നുള്ളത്. ഇന്നിപ്പം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ഈ കല്ലുവിൽ വന്നേ പിന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ആത്മീയമായ എനിക്ക് സങ്കല്പിക്കാൻ പറ്റാത്തത്ര വിധത്തിൽ ഉള്ള വളർച്ചയും ഉയർച്ചയും ഉണ്ടായത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധിയും പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ വിശുദ്ധ അന്തോണീസ്നാളച്ചനോട് പ്രാർത്ഥിച്ചോ, നിങ്ങളുടെ ജീവിതത്തിൽ അത് നടന്നിരിക്കും. പറഞ്ഞു മനസ്സിലായോ? പ്രത്യേകിച്ച് വചനപ്രഘോഷകർ, ദൈവ ശുശ്രൂഷകരായിട്ടുള്ളവർ, വചനപ്രഘോഷകരായിട്ടുള്ളവർ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് വിശുദ്ധ അന്തോണീസ്നാളച്ചനോടാണ്. കാരണം അദ്ദേഹം അഴുകാത്ത നാവിന്റെ ഉടമയാണ്. കാരണം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ഒരു അറിയപ്പെടുന്ന സുവിശേഷ പ്രഘോഷകനായിരുന്നു. പറഞ്ഞു മനസ്സിലായി? അപ്പം അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, പുണ്യാളനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, പുണ്യാളൻ നിങ്ങൾ ഒരു അഭിഷേകമുള്ള ഒരു സുവിശേഷ പ്രഘോഷകനാകാനായിട്ട് അവിടെ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. അപ്പോൾ ഇന്ന് ഈ വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധരോടുള്ള മധ്യസ്ഥം അത് തെറ്റാണെന്നൊക്കെ പ്രചരിപ്പിക്കുന്ന സഭകളുണ്ട്. നമുക്ക് ഇപ്പം ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് പരിശുദ്ധാത്മാവിന്റെ ചില കൃപകളൊക്കെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിട്ടുണ്ട്. ഒത്തിരി ആളുകൾ പലപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ സംഭവിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് വ്യക്തമായിട്ടറിയാം. അതൊരു ഒരു ചിന്തയോ ഒരു തോന്നലോ ഒന്നുമല്ല, അത് സത്യമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മരിച്ച എൻ്റെ ആത്മാവിനോട് ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ സ്വാഭാവികമായിട്ടും അത് നടക്കോ ഇല്ലയോ? എനിക്ക് പറയാനുള്ളത് നടക്കുമെന്നാണ്. എൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന കാലത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥനാ വരം എന്ന ആ കൃപ ലഭിച്ച ഒരു വ്യക്തി, ആ വ്യക്തി മരിച്ചു കഴിഞ്ഞാലും മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്ന ആ വരം ലഭിച്ചൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ ആത്മാവിനോട് പ്രാർത്ഥിച്ചാലും അത് അവിടെ ആ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാകും. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ കൃപകളൊക്കെ നിറയ്ക്കുന്നത് നമ്മുടെ പരിശുദ്ധാത്മാവ് നിറയ്ക്കുന്നത് നമ്മുടെ ആത്മാവിലേക്കാണ്, ശരീരത്തിലേക്കല്ല. ശരീരം ഇവിടെ ഉപേക്ഷിച്ച് ഒരു വസ്ത്രം ഊരിയിടുന്ന പോലെ ആത്മാവ് എന്ത് ചെയ്യുന്നു? തന്റെ വസ്ത്രമാകുന്ന ശരീരത്തെ ഇവിടെ ഉപേക്ഷിച്ച് ദൈവസന്നിധിയിലേക്ക് പോകുമ്പോഴും